Hi students, welcome to physics class. Today we are going to discuss about the graphical representation. നമ്മൾ graphical representation കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഗ്രാഫ് യൂസ് ചെയ്ത് രണ്ട് ക്വാണ്ടിറ്റി തമ്മിലുള്ള റിലേഷനാണ് ഗ്രാഫ് യൂസ് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത് പറഞ്ഞു. ഒരു ടൈമിനെയും വെലോസിറ്റിയെയും ടു ക്വാണ്ടിറ്റീസ് ആണ്. ഈ ടു ക്വാണ്ടിറ്റീസിനെ ഗ്രാഫ് യൂസ് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മൾ യൂസ് ചെയ്യുന്നത് ടു ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ ഗ്രാഫ് യൂസ് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്തത്. സോ ഗ്രാഫിലും എന്തുണ്ടാവും ഈ രണ്ട് ക്വാണ്ടിറ്റീസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ആക്സിസ് ആണ് ഒരു ഗ്രാഫിന് ഉണ്ടാവുന്നത്. ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു 2 ഡയമെൻഷനിലാണ്. അത് നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ടു ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷനാണ് നമ്മളിവിടെ ഗ്രാഫ് യൂസ് ചെയ്ത് ഡെപിക്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഗ്രാഫിന് ഈ രണ്ട് ക്വാണ്ടിറ്റീസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ രണ്ട് ആക്സിസ് ആണുള്ളത്. അത് നമ്മൾ ഒറിസോണ്ടലായി വരയ്ക്കുന്ന ആക്സിസിനെ എക്സ് ആക്സിസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഗ്രാഫിലെ ഒറിസോണ്ടലായി വരുന്ന ആക്സിസ് എക്സ് ആക്സിസും വെർട്ടിക്കലായിട്ട് വരയ്ക്കുന്ന ആക്സിസിനെ വൈ ആക്സിസ് എന്നാണ് പറയുന്നത്. ഈ രണ്ട് ആക്സിസ് തമ്മിൽ എക്സും വൈയും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിനെ ഒറിജിൻ എന്നാണ് പറയുന്നത്. അതിനെ ഒ എന്ന ലെറ്റർ യൂസ് ചെയ്താണ് റെപ്രസെൻ്റ് ചെയ്യുക. അത് ഒറിജിൻ എന്നാണ് വായിക്കുന്നത്. ഗ്രാഫിന് ടു ആക്സിസ് ആണുള്ളത്. ഹൊറിസോണ്ടൽ ആക്സിസ് എക്സ് ആക്സിസ്, വെർട്ടിക്കൽ ആക്സിസിനെ വൈ ആക്സിസ് എന്നാണ് വിളിക്കുന്നത്. ഈ വൈ ആക്സിസും എക്സ് ആക്സിസും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റ് ഒറിജിൻ എന്ന് വിളിക്കുന്നത്. ഈ എക്സും വൈയും അത് ഇൻഫിനിറ്റി ആയിട്ടുള്ള ആക്സിസ് ആണ്. സോ അതിന് എപ്പോഴും ആരോ കാണിച്ചിട്ട് വേണം ഗ്രാഫിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ വാല്യൂ ഇവിടെ ഈ ഒരു ആക്സിസ് പറഞ്ഞാൽ അതിന് ഒരു എൻഡിങ് ഇല്ല. നമുക്ക് എത്രയും വാല്യൂസ് വേണമെങ്കിൽ ഈ ആക്സിസ് യൂസ് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇതൊരു ഇൻഫിനിറ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ആരോ വെച്ചിട്ട് വേണം ഈ ആക്സിസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻഡിങ്ങിൽ ആരോ റെപ്രസെൻ്റ് ചെയ്യണം. നമുക്കിതിൽ ഒറിജിൻ നിന്നും റൈറ്റ് സൈഡിലോട്ട് പോകുന്നത് അതിൽ എക്സ് ആക്സിസിനും വൈ ആക്സിസിനും പോസിറ്റീവും നെഗറ്റീവും വാല്യൂസ് വരുന്നുണ്ട്. ഒറിജിനിൽ നിന്നും റൈറ്റ് സൈഡിലോട്ട് പോകുന്ന ആ ഹൊറിസോണ്ടൽ ആക്സിസിലെ ആ പോർഷനിൽ നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒറിജിനിൽ നിന്നും റൈറ്റ് സൈഡിലോട്ട് എക്സ് ആക്സിസിലെ പോസിറ്റീവ് നമ്പേഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒറിജിനിൽ നിന്നും റൈറ്റ് സൈഡിലോട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി വൈ ആക്സിസിലെ പോസിറ്റീവ് നമ്പേഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒറിജിനിൽ നിന്നും മുകളിലോട്ടുള്ള ഏറ്റവും ടോപ്പ് പൊസിഷനിലോട്ടാണ് പോസിറ്റീവ് വാല്യൂസിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇനി ഒറിജിനിൽ നിന്നും ലെഫ്റ്റ് സൈഡിലോട്ട് നെഗറ്റീവ് വാല്യൂസാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എക്സിലെ നെഗറ്റീവ് വാല്യൂസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒറിജിനിൽ നിന്നും ലെഫ്റ്റ് സൈഡിലോട്ടാണ്. അതുപോലെ ഒറിജിനിൽ നിന്നും ബോട്ടം സൈഡിലോട്ട് വൈയിലെ നെഗറ്റീവ് വാല്യൂസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. സോ ഒറിജിനിൽ നിന്നും റൈറ്റ് സൈഡിലോട്ട് ഈ പോർഷനിലോട്ടാണ് എക്സിലെ പോസിറ്റീവ് വാല്യൂസിനെ റെപ്രസെൻ്റ് ചെയ്യുക. ഒറിജിനിൽ നിന്നും ലെഫ്റ്റ് സൈഡിലോട്ട് നെഗറ്റീവ് വാല്യൂസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഒറിജിനിൽ നിന്നും മുകളിലോട്ട് ഒരു വെർട്ടിക്കൽ ഡയറക്ഷൻ, അതായത് വൈ ആക്സിസിലെ പോസിറ്റീവ് വാല്യൂവിനെ റെപ്രസെൻ്റ് ചെയ്യും. താഴോട്ട് നെഗറ്റീവ് വാല്യൂസിനെ റെപ്രസെൻ്റ് ചെയ്യും. ഇനി ഇതിൽ പോസിറ്റീവ് വാല്യൂസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ പോർഷൻ നമുക്ക് എക്സ് എന്നും നെഗറ്റീവ് വാല്യൂവിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പോർഷനെ എക്സ് ഡാഷ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ ഒറിജിനിൽ നിന്നും വെർട്ടിക്കൽ ഡയറക്ഷനിലെ പോസിറ്റീവ് വാല്യൂസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പോർഷനെ വൈ ആക്സിസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. നെഗറ്റീവ് വാല്യൂസിനെ വൈ ഡാഷ് ആയിട്ടും അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ് എന്നുള്ളത് റൈറ്റ് സൈഡിലോട്ട് പോസിറ്റീവ് നമ്പേഴ്സാണ്. എക്സ് ഡാഷിൻ്റെ പൊസിഷനിലോട്ട് നെഗറ്റീവ് നമ്പേഴ്സ്, വൈ പോസിറ്റീവ് നമ്പേഴ്സ്, വൈ ഡാഷിൻ്റെ സൈഡിലോട്ട് നെഗറ്റീവ് നമ്പേഴ്സാണ് വരുന്നത്. സോ ഇതെല്ലാവരും ഗ്രാഫിക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇനി നമുക്കിതിൽ എക്സ് ആക്സിസിലും ഇപ്പോൾ ഗ്രാഫ് വരയ്ക്കുന്ന ടു ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഗ്രാഫ് വരയ്ക്കുന്നതെന്ന് പറഞ്ഞു. ഈ ടു ക്വാണ്ടിറ്റീസിന് നമുക്ക് എക്സിലും വൈയിലുമായിട്ട് ഈ രണ്ട് ക്വാണ്ടിറ്റീസിനെ നമുക്ക് രണ്ട് ക്വാണ്ടിറ്റീസിലാണ് അതിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മളൊരു എക്സ് ആക്സിസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഇവിടെയുള്ള ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റി ഏതാണോ അതിനെയാണ് എക്സ് ആക്സിസിൽ എടുക്കേണ്ടത്. ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കാം ടൈമിൻ്റെയും വെലോസിറ്റിയുടെയും ഒരു ടാബിൾ നമ്മൾ കൺസിഡർ ചെയ്താൽ ഇത് ടൈമിൻ്റെയും വെലോസിറ്റിയും 0 സെക്കൻഡിൽ വെലോസിറ്റിയും 0 സെക്കൻഡാണ് വരുന്നത്. വെലോസിറ്റി ടൈം 1 സെക്കൻഡ് ആയിരുന്ന സമയത്ത് വെലോസിറ്റിയിൽ എന്തായി 10 മീറ്റർ/സെക്കൻഡ് ചേഞ്ച് വന്നു. വെലോസിറ്റി 2 സെക്കൻഡ് ടൈം 2 സെക്കൻഡ് ആയ സമയത്ത് വെലോസിറ്റി
20 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് ചേഞ്ച് ആയി. അതിവിടെ ടൈം പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ചാണ് വെലോസിറ്റിയിലും ചേഞ്ച് വരുന്നത്. അത് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വെലോസിറ്റിയിൽ എന്ത് വരുന്നത്, ചേഞ്ച് വരുന്നത്. പക്ഷേ ടൈമിന് അങ്ങനെ ഒരു ഡിപ്പെൻഡൻസ് വരുന്നുണ്ടോ? ടൈം ഒരു ഇൻഡിപെൻഡൻ്റ് ആയുള്ള ക്വാണ്ടിറ്റിയാണ്. സോ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് എക്സ് ആക്സിസിൽ എല്ലായ്പ്പോഴും എടുക്കേണ്ടത് ഇൻഡിപെൻഡൻ്റ് ആ ഒരു തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസിൽ ഏതാണോ ഇൻഡിപെൻഡൻ്റ് ആയുള്ള ക്വാണ്ടിറ്റി അതിനെയാണ് എക്സ് ആക്സിസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വൈ ആക്സിസിൽ എടുക്കേണ്ടത് ആ ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വാരി ചെയ്യുന്ന ക്വാണ്ടിറ്റിനെയാണ് വൈ ആക്സിസിൽ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ടൈം വെലോസിറ്റി ഗ്രാഫ് എടുത്ത സമയത്ത് ടൈമിനെ നമ്മൾ ഏത് ആക്സിസിൽ റെപ്രസെൻറ്റ് ചെയ്യണം? ടൈമിനെ എക്സ് ആക്സിസിൽ റെപ്രസെൻറ്റ് ചെയ്യണം. കാരണം ടൈം ഒരു ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റിയാണ്. ടൈം അവിടെ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അത് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് വെലോസിറ്റിയിൽ വേരിയേഷൻ വരുന്നത്. സോ ഇവിടെ വൈ ആക്സിസിലാണ് വെലോസിറ്റി എടുക്കേണ്ടത്. എക്സ് ആക്സിസിൽ ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റി ആയിട്ടുള്ള ടൈമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് ആണെങ്കിലോ നമുക്ക് ഇനി ഇത് പൊസിഷൻ ടൈം ജസ്റ്റ് ഒരു പൊസിഷൻ ടൈം എന്നുള്ളൊരു കൺസിഡർ ചെയ്യാം. ഇവിടെയും എങ്ങനെയാണ് ടൈം വേരി ചെയ്യുന്നതിനോടൊപ്പമാണ് പൊസിഷൻ മാറുന്നത്. ടൈം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പൊസിഷൻ മാറും. അത് ടൈം വേരി ചെയ്ത് കഴിഞ്ഞാൽ പൊസിഷനും എന്ത് ചെയ്യുന്നു, വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പൊസിഷനിൽ വേരിയേഷൻ വരുന്നത്. സോ ഈ ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്നെങ്കിൽ എങ്ങനെ എടുക്കണം? ടൈമാണ് അവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റി. ആ ടൈമിനെ എക്സ് ആക്സിസിലും പൊസിഷന് വൈ ആക്സിസിലും ആയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ ബുക്കിൽ രണ്ട് എക്സാമ്പിൾ അങ്ങോട്ട് നോക്കാം. സോ ഇവിടെ ഗ്രാഫുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി നോക്കാം. ഗ്രാഫ് ടു ക്വാണ്ടിറ്റീസ് തമ്മിൽ റിലേഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രാഫ് യൂസ് ചെയ്യുന്നത്. സോ ഗ്രാഫിന് രണ്ട് ആക്സിസ് ആണുള്ളത്, എക്സും വൈയും. ഹൊറിസോണ്ടൽ ആക്സിസ് എക്സ്, വെർട്ടിക്കൽ ആക്സിസ് വൈ. ഒറിജിനിൽ നിന്നും റൈറ്റ് സൈഡിലോട്ട് റൈറ്റ് സൈഡ് വരുന്ന പോർഷനാണ് എക്സിലെ പോസിറ്റീവ് നമ്പേഴ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഒറിജിനിൽ നിന്നും ലെഫ്റ്റ് സൈഡിലോട്ട് നെഗറ്റീവ് നമ്പേഴ്സ്. ഒറിജിനിൽ നിന്നും മുകളിൽ ടോപ്പിലോട്ട് വൈയിലെ പോസിറ്റീവ് വാല്യൂസും ഒറിജിനിൽ നിന്ന് താഴോട്ട് വൈയിലെ നെഗറ്റീവ് വാല്യൂസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് പറഞ്ഞു. ഇനി ഇതിൽ നമുക്ക് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും നമ്മൾ ചൂസ് ചെയ്യേണ്ട ക്വാണ്ടിറ്റീസ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ആ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും നമ്മൾ ക്വാണ്ടിറ്റീസ് ചൂസ് ചെയ്യുന്നതാണ് ഇപ്പോൾ നോക്കുന്നത്. ഇതിൽ നിങ്ങൾ ബുക്കിൽ പേജ് നമ്പർ 30 രണ്ട് ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വേൾഡ് പോപ്പുലേഷൻ്റെ ഒരു ഗ്രാഫും അതുപോലെ ഒരു ക്രിക്കറ്റ് മാച്ചിൻ്റെ റൺസ് വിത്ത് ഓരോ ഓവറിലും എടുത്തിട്ടുള്ള റൺസിൻ്റെ ഒരു ഗ്രാഫുമാണ് കൊടുത്തുള്ളത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഗ്രാഫിൽ വേൾഡ് പോപ്പുലേഷനാണ് കൊടുത്തുള്ളത്. പോപ്പുലേഷൻ്റെ ഒരു ഗ്രാഫാണ്. ഈ പോപ്പുലേഷൻ്റെ ഗ്രാഫ് നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ഇയർ മാറുന്നതനുസരിച്ചാണ് അവിടുത്തെ പോപ്പുലേഷൻ എന്ത് ചെയ്യുന്നത്, ചേഞ്ച് വരുന്നത്. ഇയറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പോപ്പുലേഷൻ്റെ വാല്യൂ ചേഞ്ച് ആകുന്നത്. സോ നമ്മളവിടെ ഒരു ഗ്രാഫ്, ഈ ഒരു വേൾഡ് പോപ്പുലേഷൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അവിടെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും നമ്മൾ ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആയിരിക്കും ചൂസ് ചെയ്യേണ്ടി വരുന്നത്? എക്സ് ആക്സിസിൽ ഏത് ക്വാണ്ടിറ്റിയും റെപ്രസെൻറ്റ് ചെയ്യാം? നമ്മൾ പറഞ്ഞു ഇയറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പോപ്പുലേഷൻ്റെ റേറ്റ് മാറുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരുന്ന ക്വാണ്ടിറ്റി ഇയർ ആണ്. ഇയർ ഇൻഡിപെൻഡൻ്റ് ആണ്, ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ പോപ്പുലേഷനോ അത് ഇയറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പോപ്പുലേഷൻ ചേഞ്ച് വരുന്നത്. സോ എക്സ് ആക്സിസിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഇയർ ആണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. വൈ ആക്സിസിലാണ് ഇയറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പോപ്പുലേഷൻ ചേഞ്ച് വരുന്നത്. സോ ആ ഡിപ്പെൻഡൻ്റ് ക്വാണ്ടിറ്റി വൈ ആക്സിസിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ഒരു ഗ്രാഫ് കൊടുക്കുന്നുണ്ട്. അത് റൺസ് വിത്ത് ഓരോ ഓവറിലും എടുത്തിട്ടുള്ള റൺസിൻ്റെ ഒരു ഗ്രാഫാണ് കൊടുത്തുള്ളത്. അത് ഓരോ ഓവർ ചേഞ്ച് ആവുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഓരോ ഓവറിലുള്ള ആ ഒരു എടുത്ത റൺസിൻ്റെ വാല്യൂസ് എന്ത് ചെയ്യുന്നത്, ചേഞ്ച് വരുന്നുണ്ട്, ക്വാണ്ടിറ്റി ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓവറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റൺസിൽ വേരിയേഷൻ വരുന്നത്. സോ ഓവറാണ് എക്സ് ആക്സിസിൽ എടുക്കേണ്ട ക്വാണ്ടിറ്റി, വൈ ആക്സിസിൽ എടുക്കേണ്ട ക്വാണ്ടിറ്റി റൺസാണ് വൈ ആക്സിസിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ട ക്വാണ്ടിറ്റി. സോ ഇവിടെ ഒരു ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് അതിൽ എക്സും വൈയും എങ്ങനെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സിലും വൈയിലും ഏത് ക്വാണ്ടിറ്റിയാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരു ഗ്രാഫ് എന്തിനാണ് ഒരു ഗ്രാഫ് കൊണ്ടുള്ള, നമ്മൾ പറഞ്ഞു ഗ്രാഫ് ടു ക്വാണ്ടിറ്റീസ് തമ്മിൽ റിലേഷൻ ഡെപിക്റ്റ് ചെയ്യാനാണ് ഗ്രാഫ് നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞു. ആ ഗ്രാഫ് നമുക്ക് ഗ്രാഫിൽ നിന്ന് ഈസി ആയിട്ട് ഇക്വേഷൻസ് കണ്ടെത്താനും അതുപോലെ വാല്യൂസ് കണ്ടെത്താനും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഒന്നുകൂടെ നമുക്ക് ഈസി ആയിട്ട് വരുന്നത്.
നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പൊസിഷൻ ടൈം ഗ്രാഫ് എന്താണെന്ന് നോക്കാം. പൊസിഷൻ ടൈം ഗ്രാഫ് ഫസ്റ്റത്തേതാണ് പൊസിഷൻ ടൈം ഗ്രാഫ്. ഇങ്ങനെ ഈ ഒരു പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇതിൽ എക്സ് ആക്സിസും വൈ ആക്സിസും ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആയിരുന്നു നമ്മൾ ചൂസ് ചെയ്യുക. എക്സ് ആക്സിസ് ആയിട്ട് ടൈമാണ് നമ്മൾ എക്സ് ആക്സിസിൽ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. കാരണം ടൈമാണ് ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റി. പൊസിഷൻ ടൈമിനനുസരിച്ചാണ് പൊസിഷൻ മാറുന്നത്. സോ വൈ ആക്സിസിൽ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് പൊസിഷൻ ടൈം ഗ്രാഫാണ്. പൊസിഷനാണ് വൈ ആക്സിസിൽ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഫസ്റ്റ് ഇതൊരു ഗ്രാഫ് ഒന്ന് നോക്കാം. ബുക്കിൽ നിങ്ങൾ ഒരു ടാബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടാബിളിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു ഗ്രാഫ് വരക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് എക്സ് ആക്സിസ് ടൈം കൊടുത്തിട്ടുണ്ട്, അതുപോലെ പൊസിഷൻ. ഫസ്റ്റ് 0 സെക്കൻഡ് ടൈം സെക്കൻഡിലാണ്, പൊസിഷന് അത് മീറ്ററിലാണ് അതിൻ്റെ വാല്യൂസ് തന്നിട്ടുള്ളത്. 0 സെക്കൻഡ് ആയിരിക്കുന്ന സമയത്ത് അതിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അതും 0 തന്നെയാണ് പൊസിഷൻ വരുന്നത്. ദെൻ ടൈം 1 സെക്കൻഡായി മാറിയ സമയത്ത് അതിൻ്റെ പൊസിഷൻ 1 മീറ്ററായി വേരിയേഷൻ വന്നു. ടൈം 2 സെക്കൻഡ് ആയ സമയത്ത് പൊസിഷനും എന്തായി 2 മീറ്ററായി. പൊസിഷൻ 1 നിന്ന് 2 മീറ്ററിലേക്ക് മാറി. ദെൻ ടൈം 3 സെക്കൻഡ് ആയ സമയത്ത് പൊസിഷൻ എന്ന് പറയുന്നത് ടൈം 3 സെക്കൻഡ് ആയ സമയത്ത് പൊസിഷൻ 3 മീറ്ററിലോട്ട് വന്നു. ഇനി നമ്മൾ ഈ ഒരു ടാബിൾ യൂസ് ചെയ്ത് നമ്മളൊരു ഗ്രാഫ് വരക്കാൻ പോവാണ്. അങ്ങനെ വരക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം നമ്മളിപ്പോൾ ഗ്രാഫ് ഇതിലെല്ലാം പോസിറ്റീവ് വാല്യൂസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കവിടെ എക്സിലെയും വൈയിലെയും പോസിറ്റീവ് ആക്സിസ് മാത്രം റെപ്രസെൻറ്റ് ചെയ്താൽ മതി. നെഗറ്റീവ് ആക്സിസ് നെഗറ്റീവ് ആക്സിസ് അവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമ്മളിവിടെ പോസിറ്റീവ് ആക്സിസ് മാത്രം എക്സിലെയും വൈയിലെയും പോസിറ്റീവ് ആക്സിസ് മാത്രമാണ് നമ്മൾ വരക്കുന്നത്. സോ എക്സ് പോസിറ്റീവ് ആക്സിസ്, വൈയുടെയും പോസിറ്റീവ് ആക്സിസ് വരച്ചു. ഇത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഒറിജിനും. ഇനി ടൈം ഇവിടെ നമ്മൾ പറഞ്ഞു പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് എക്സ് ആക്സിസിൽ ഏത് ക്വാണ്ടിറ്റിയാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്? ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റി ആയിട്ടുള്ള ടൈമാണ് എക്സ് ആക്സിസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ ടൈമിനനുസരിച്ചാണ് അക്കോർഡിംഗ് ആയിട്ടാണ് പൊസിഷൻ ചേഞ്ച് ചെയ്തത്. സോ ടൈം എക്സ് ആക്സിസിൽ റെപ്രസെൻറ്റ് ചെയ്യാം, പൊസിഷൻ വൈ ആക്സിസിലും റെപ്രസെൻറ്റ് ചെയ്യാം. ഈ ഒരു ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എക്സ് ആക്സിസിൽ എന്താണോ എടുത്തത് അതുപോലെ വൈ ആക്സിസിൽ എന്താണോ എടുത്ത ക്വാണ്ടിറ്റി അത് ആദ്യം ഗ്രാഫിന് താഴെയായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് നമ്മളവിടെ എഴുതി വെക്കേണ്ടതാണ്. ഇനി ഇവിടെ നമുക്ക് ടൈമിൻ്റെ ഇത് ടൈം സെക്കൻഡിലാണ് തന്നിട്ടുള്ളത്, പൊസിഷന് മീറ്ററിലാണ് തന്നിട്ടുള്ളത്. ഇതിൽ നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് സ്ക്വയേഴ്സ്, അത് ഓരോ സെൻറ്റിമീറ്ററിലുള്ള സ്ക്വയേഴ്സാണ് ഗ്രാഫിലുള്ളതെന്ന് പറഞ്ഞു. സോ എക്സ് ആക്സിസിൽ 1 സെൻറ്റിമീറ്റർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ആദ്യം നമ്മളൊരു സ്കെയില് നമ്മൾ ചൂസ് ചെയ്യണം. എക്സ് ആക്സിസിൽ 1 സെൻറ്റിമീറ്റർ ഓരോ നമ്മൾ പറഞ്ഞു എക്സ് ആക്സിസ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അതിൽ ഓരോ 1 സെൻറ്റിമീറ്റർ സ്ക്വയറും 1 സെൻറ്റിമീറ്റർ വിഡ്ത്തും ഹൈറ്റുള്ള സ്ക്വയേഴ്സ് ആണ് ഒരു ഗ്രാഫിൽ എന്ന് പറഞ്ഞു. ധാരാളം സ്ക്വയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. സോ ആ ഓരോ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളതാണ് നമ്മളിവിടെ സ്കെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം എക്സ് ആക്സിസിൽ 1 സെൻറ്റിമീറ്റർ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു നോക്കാം. അതിവിടെ ആക്സിസിൽ ഡിഫറെൻറ്റ് സ്ക്വയേഴ്സ് കൊടുത്തില്ലേ ഓരോ ഗ്രാഫിൽ, അതിൽ എക്സ് ആക്സിസ് വരച്ചു കഴിഞ്ഞാൽ അതിൽ ഓരോ സ്ക്വയേഴ്സും എന്ത് വാല്യൂവിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ആ ഒരു സ്കെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എക്സ് ആക്സിസിൽ 1 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു എന്താണ് വരുന്നത്? 1 സെക്കൻഡാണ് വരുന്നത്. ഇവിടെ സെക്കൻഡാണ് എക്സ് ആക്സിസിന് നമ്മൾ എടുക്കുന്ന ടൈം. അവിടെ വാല്യൂ 1 2 3 ആയതുകൊണ്ട് 1 സെൻറ്റിമീറ്റർ 1 സെക്കൻഡ് നമ്മൾ ചൂസ് ചെയ്താൽ മതി. വൈ ആക്സിസിലെ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അത് എത്രയുടെ പൊസിഷനാണ്, അത് മീറ്ററിലാണ് തന്നിട്ടുള്ളത്. വൈ ആക്സിസിലെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അത് 1 മീറ്ററിനെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്തത്.
സോ നമ്മൾ ഇതിൻ്റെ വരക്കുകയാണെങ്കിൽ എക്സ് ആക്സിസിൽ നമുക്ക് ആദ്യം 0 ഉണ്ട്. ദെൻ ഫസ്റ്റ് സെൻറ്റിമീറ്റർ പറഞ്ഞാൽ അത് ആദ്യത്തെ ഫസ്റ്റ് സെൻറ്റിമീറ്റർ അത് 1 ആയിട്ട് എടുക്കാം. സെക്കൻഡ് 2, ദെൻ 3. നമുക്ക് ഇവിടെ 3 വരെ വാല്യൂസ് മതി. അതായത് ഇവിടെ ഈ ഓരോ 2 സ്ക്വയേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് ഇവിടെ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് 1 സെക്കൻഡാണ് ഇവിടെ തമ്മിലുള്ള ഡിഫറൻസ്. അതാണ് സ്കെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ് ആക്സിസിലെ ഓരോ സെൻറ്റിമീറ്ററും എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അത് എക്സ് ആക്സിസിലെ ഫസ്റ്റ് സെൻറ്റിമീറ്റർ 1 സെക്കൻഡാണ്. സെക്കൻഡിലെ സെക്കൻഡ് സ്ക്വയർ എന്നത് 2 സെക്കൻഡ്. അതായത് ആ 2 സ്ക്വയേഴ്സ് തമ്മിൽ ഡിഫറൻസ് അതായത് 1 സെക്കൻഡിൻ്റെ ഡിഫറൻസ് ആണ് വരുന്നത്. സോ ഓരോ സെൻറ്റിമീറ്ററും 1 സെക്കൻഡിനെയാണ് അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി വൈ ആക്സിസിൽ നമ്മൾ പൊസിഷനാണ് എടുക്കുന്നത്. അതിൽ 0 ആദ്യത്തെ ഫസ്റ്റ് സെൻറ്റിമീറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 1 മീറ്ററിനെയാണ്. 1 മീറ്ററാണ്. ദെൻ സെക്കൻഡ് 2, ദെൻ 3. അതായത് വൈ ആക്സിസിലെ ഓരോ സെൻറ്റിമീറ്ററും 1 മീറ്ററിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പൊസിഷനാണ് നമ്മൾ വൈ ആക്സിസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മീറ്ററിലാണ്. സോ ആദ്യത്തെ സ്ക്വയർ 1 സെൻറ്റിമീറ്റർ അത് 1 മീറ്റർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 മീറ്ററാണ് വരുന്നത്. ഇനി നമുക്ക് ഗ്രാഫ് വരച്ച് നോക്കാം. ആ 0 ടൈം 0 ആയിരിക്കുന്ന സമയത്ത് എന്താണ് പൊസിഷനും 0 ആണ്. ടൈം 1 സെക്കൻഡ് ആയ സമയത്ത് പൊസിഷൻ എന്തായി 1 സെക്കൻഡായി. ടൈം 2 സെക്കൻഡ് ആയ സമയത്ത് പൊസിഷനും എന്തായി പൊസിഷൻ 2 മീറ്ററായി. ടൈം 3 സെക്കൻഡ് ആയ സമയത്ത് പൊസിഷന് 3 മീറ്ററായിട്ട് മാറി. സോ നമ്മളിതിനൊന്ന് ഈ പോയിൻറ്റ്സ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ടുള്ള ഗ്രാഫാണ് കിട്ടുന്നത്. അതായത് ടൈം മാറുന്ന ഓരോ ഇൻ്റർവെല്ലും എന്താ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വേരിയേഷനാണ്. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരേ ഈക്വൽ ആയിട്ടുള്ള വേരിയേഷൻസ് ആണ് അവിടെ വരുന്നത്. ഇതൊരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ടുള്ള ഗ്രാഫാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൽ ഫസ്റ്റ് ഗ്രാഫ് നമ്മൾ വരച്ചു. സെക്കൻഡ് ഒരു ഗ്രാഫ് പറഞ്ഞിട്ടുണ്ട്. അത് ദ ഗ്രാഫ് ഈസ് അതായത് ഈ ഒരു ഗ്രാഫിനെ നമ്മൾ പൊസിഷനെയും ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്ത് വരച്ച ഗ്രാഫിനെയാണ് പൊസിഷൻ ടൈമിന് ഗ്രാഫ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ നെയിമിങ് കൊടുക്കുന്നത് പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. ഇതേപോലെ ഒരു ഗ്രാഫിന് നമ്മൾ നെയിമിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം നമ്മൾ ആ ഗ്രാഫിലെ വൈ ആക്സിസിൽ എന്തിനാണോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ ഒരു ക്വാണ്ടിറ്റിൻ്റെ നെയിമാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ പൊസിഷൻ എവിടെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് വൈ ആക്സിസിലാണ്. ടൈം എക്സ് ആക്സിസിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ അതിൽ ആദ്യം എക്സ് ആക്സിൽ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എഴുതണം, വൈ ആക്സിസിൽ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എഴുതണം. അതുപോലെ അതിൻ്റെ സ്കെയിൽ അവിടെ ആ ഗ്രാഫിൽ മാർക്ക് ചെയ്യണം സ്കെയിൽ എത്രയാണെന്നുള്ളത്. ഇനി ഗ്രാഫിന് ഒരു നെയിം കൊടുക്കണം. ആ ഗ്രാഫ് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, എന്തിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുള്ളത് ഒരു നെയിമിങ് അവിടെ കൊടുക്കണം. ആ നെയിമിങ് കൊടുക്കുന്ന സമയത്ത് ഗ്രാഫിൻ്റെ നെയിമിങ് ചെയ്യുന്ന സമയത്ത് ഗ്രാഫിൻ്റെ വൈ ആക്സിസിൽ എന്താണോ അതായിരിക്കണം ആദ്യം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ പൊസിഷൻ ആയതുകൊണ്ട് പൊസിഷൻ -ടൈം ഗ്രാഫ് എന്നാണ് വന്നത്. വൈ ആക്സിസിലുള്ള ഏത് ക്വാണ്ടിറ്റിയാണോ അതിൻ്റെ നെയിം എക്സ് ആക്സിസ് നമ്മൾ ചൂസ് ചെയ്ത ക്വാണ്ടിറ്റീൻ്റെ നെയിം. ഇങ്ങനെയാണ് ഒരു ഗ്രാഫിൻ്റെ നെയിമിങ് കൊടുക്കുന്നത്. ഈ ഒരു കേസിൽ പൊസിഷൻ ടൈം ഗ്രാഫ് എന്നാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ഗ്രാഫ് നോക്കാം. ഇതിൽ ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് പൊസിഷൻ ടൈം ഗ്രാഫ് വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പൊസിഷൻ ടൈം 0 ആ സമയത്ത് പൊസിഷൻ 0ലാണ്. ടൈം 1 സെക്കൻഡ് ആയ സമയത്ത് പൊസിഷൻ 2 ആയി. ടൈം 2 ആയ സമയത്ത് പൊസിഷൻ 4. ടൈം സെക്കൻഡിലും പൊസിഷൻ മീറ്ററിലാണ് കൊടുത്തുള്ളത്. ദെൻ ടൈം 3 സെക്കൻഡ് ആയ സമയത്ത് പൊസിഷൻ 6. ടൈം 4 ആയ സമയത്ത് പൊസിഷൻ 8. ടൈം 5 പൊസിഷൻ 10 മീറ്റർ. ടൈം 6 സെക്കൻഡ് പൊസിഷൻ 12 മീറ്റർ. സോ ഇനി ഇതിനെങ്ങനെ നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്താം. ഇതിൽ നമ്മൾ ക്വാണ്ടിറ്റി നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എക്സ് ആക്സിസിൽ ഏത് ക്വാണ്ടിറ്റി എടുക്കേണ്ടത്? എക്സ് ആക്സിസിൽ ടൈമാണ് റെപ്രസെൻറ്റ് ചെയ്യണത്. വൈ ആക്സിസിൽ പൊസിഷൻ. ഇനി നമുക്കിതിൽ സ്കെയിൽ നോക്കാം. എക്സ് ആക്സിസിൽ നമുക്ക് 1 2 3 4 5 തന്നെയാണ് വന്നിട്ടുള്ളത്. അത് ആ രീതിയിൽ തന്നെ എടുക്കുക. അതായത് എക്സ് ആക്സിസിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് ഈക്വലാണ്? 1
സെക്കൻഡിന് ഈക്വലാണ്. അത് 1 then 2 then 3 4 5 നമുക്ക് 6 വരെ വാല്യൂസ് മതി. ദെൻ വൈ ആക്സിസിൽ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് വൈ ആക്സിസിൽ 2 4 6 8 10 11 10 12 എന്നാണ് വന്നിട്ടുള്ളത്. നമ്മളിതിനെ 1 2 3 വെച്ച് നമുക്ക് ഏത് രീതിയിലും സ്കെയിൽ നമുക്ക് ചൂസ് ചെയ്യാം. 1 2 3 വെച്ച് സ്കെയിൽ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഗ്രാഫിൻ്റെ ലെങ്ത് ഒന്നും കൂടെ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. നമ്മൾ സ്കെയിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ട സ്കെയിലിനനുസരിച്ച് നമ്മുടെ ഗ്രാഫിൻ്റെ സൈസും എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറൻസ് ആവുന്നുണ്ട്. നമ്മൾ ചൂസ് ചെയ്യുന്ന സ്കെയിൽ ഡീറ്റെയിൽ പറഞ്ഞുതരാം. ആദ്യം നോക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ടേബിളിൽ വരുന്ന വാല്യൂസ് പറഞ്ഞ പൊസിഷൻ്റെ 2 4 6 8 10 12 എന്നാണ്. നമുക്ക് അത് ആ രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ 1 സെൻറ്റിമീറ്ററിനെ 1 2 3 4 5 എന്നുള്ള രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റത്തത് പൊസിഷൻ ടൈം ആദ്യം 1 സെൻറ്റിമീറ്റർ പറഞ്ഞാൽ നമുക്കതിന് 2 മീറ്റർ ആയിരിക്കും. 2 4 6 8 10 then 12. ഇവിടെ ഗ്രാഫ് വാല്യൂസ് അതിന് ഒന്ന് കയറി വന്നിട്ടുണ്ട്. ഇതിൽ വൈ ആക്സിസിൻ്റെ സ്കെയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് എങ്ങനെ വരുന്നത്, വൈ ആക്സിസിലെ ഓരോ സെൻറ്റിമീറ്ററും റെപ്രസെൻ്റ് ചെയ്യുന്നത് 2 മീറ്റർ ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. വൈ ആക്സിസിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അത് 2 മീറ്റർ ആണ് അവിടെ സ്കെയിൽ ചൂസ് ചെയ്യുന്നത്. ഇവിടെ എക്സ് ആക്സിൽ 1 സെൻറ്റിമീറ്റർ 1 സെക്കൻഡ് ആണ്. ഇവിടെ 2 4 6 8 ഈ 4 - 2 എന്ന് പറഞ്ഞാൽ അത് 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തിനാ റെപ്രസെൻറ്റ് 2 മീറ്റർ ആണ് അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ ഗ്രാഫ് പെട്ടെന്ന് വരച്ച് നോക്കാം. 0ൽ ഫസ്റ്റ് നമുക്ക് 0ലാണ്. 0 സമയത്ത് ടൈം 0 സമയത്ത് പൊസിഷനും 0 ആണ്. ടൈം 1 സെക്കൻഡ് ആവുന്ന സമയത്ത് പൊസിഷൻ വരുന്നത് 2 മീറ്ററിലാണ്. ടൈം 2 ആവുന്ന സമയത്ത് പൊസിഷൻ എങ്ങനെയാണ് വരുന്നത്, 4ലാണ് വരുന്നത്. ടൈം 3 ആവുന്ന സമയത്ത് പൊസിഷൻ 6ൽ വരുന്നത്. 4 ആവുന്ന സമയത്ത് 8, 5 ആവുന്ന സമയത്ത് ദെൻ 10, 12 ആവുന്ന 6 ആവുന്ന സമയത്ത് 12 വരുന്നത്. നമ്മൾ ഈ ഒരു പോയിൻറ്റ്സിനെല്ലാം ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടുക ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ടുള്ള ഗ്രാഫാണ് ഇവിടെ കിട്ടുന്നത്. അത് പൊസിഷൻ ടൈം ഗ്രാഫ് പൊസിഷൻ ഒരു യൂണിഫോം ആയിട്ടാണ് വേരിയേഷൻ വരുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ടുള്ള ഗ്രാഫായിരിക്കും. യൂണിഫോം ആയിട്ടുള്ള വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇൻ്റർവെല്ലുള്ള വേരിയേഷൻ ഈക്വൽ ആണെങ്കിൽ ഒരേപോലെയാണ് വേരിയേഷൻ വരുന്നതെങ്കിൽ അവിടെ പൊസിഷൻ ടൈം ഗ്രാഫ് സ്ട്രൈറ്റ് ലൈൻ ആയിട്ടുള്ളൊരു പൊസിഷൻ ടൈം ഗ്രാഫായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇനി എന്തെങ്കിലും പറഞ്ഞുള്ളത് ഈ ഒരു പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്ന് നമുക്കൊരു പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ടൈമിൽ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ പറയാൻ സാധിക്കുമെന്നാണ് ചോദിച്ചുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു ഗ്രാഫ് നമ്മൾ കൺസിഡർ ചെയ്താലേ ഇതിൽ 5 സെക്കൻഡ് ആവുന്ന സമയത്ത് ആ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ നമുക്ക് എങ്ങനെ നോക്കാം. എങ്ങനെ നമുക്ക് പറയാൻ ചെയ്യാം. അതായത് ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ടൈമിൽ ആ ഒരു ഒബ്ജക്റ്റ് ഏത് പൊസിഷനിലാണോ എന്നുള്ളത് ഈ ഗ്രാഫ് നോക്കി നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കാം. അതായത് ഇവിടെ 5 സെക്കൻഡിലാണ് ഒബ്ജക്റ്റ് എങ്കിൽ ആ 5 സെക്കൻഡിൽ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ നമുക്ക് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ എക്സ് ആക്സിസിന് ആ 5 ഏത് പോയിന്റിൽ 5 നമ്മൾ ഏത് വാല്യൂ ആണ് റെപ്രസെൻറ്റ് ചെയ്ത് ആ വാല്യൂയിലേക്ക് നമ്മളൊരു പെർപെൻഡിക്കുലർ വരക്കാം. 5 നിന്നും ഒരു പെർപെൻഡിക്കുലർ വരക്കുക. ആ 5 നിന്ന് പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ അത് ടച്ച് ചെയ്യുന്ന പോയിന്റിൽ നിന്നും എക്സ് ആക്സിസിലോട്ടും വൈയിലോട്ടും ഒരു പെർപെൻഡിക്കുലർ വരക്കുക. ആ പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ആ പോയിന്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ പർട്ടിക്കുലർ ടൈമിൽ അതിൻ്റെ പൊസിഷനാണ്. അത് 5 സെക്കൻഡിൽ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞത് അത് 10 മീറ്ററാണ് അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ഒരു ഗ്രാഫ് യൂസ് ചെയ്തിട്ട് നമുക്കതിൻ്റെ പൊസിഷൻ കണ്ടെത്താൻ ഒരു പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്ന് എങ്ങനെ പൊസിഷൻ കണ്ടെത്താനുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ ഒരു ആ ടൈമിൻ്റെ എക്സസൈസിലെ വാല്യൂ നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചു. ആ പോയിന്റിൽ നിന്നും വൈയിലോട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ആ പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റ് ആയിരിക്കും അതിൻ്റെ എക്സ് ആക്സിസിലെ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് നമുക്ക് എങ്ങനെ പൊസിഷൻ കണ്ടെത്താമെന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്കിതിലെ ടൈം ഗ്രാഫിൻ്റെ സ്കെയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ് ഡിഫറൻസ് വരുന്നതെന്നും അതുപോലെ വാല്യൂ യൂണിഫോം അല്ലാത്ത സമയത്ത് എങ്ങനെയായിരിക്കും ഗ്രാഫ് വരുന്നുള്ള രണ്ട് കാര്യങ്ങൾ നോക്കാണ്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഈ ക്ലാസ് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഹാവ് എ നൈസ് ഡേ.